ഹലോ, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമൊക്കെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കണേ. ആദ്യമായിട്ട് ആണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് 4 മണി 4:15 ടൈം. നമ്മുടെ എക്സസൈസാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സസൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഡാൻസ് വിത്ത് ദീപ്തിയാണ് ഫോളോ ചെയ്യുന്നത് യൂട്യൂബിൽ. വളരെ നല്ല എക്സസൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല ലീനായിട്ടുണ്ടെന്ന് എല്ലാവരും, അതായത് നല്ല മെലിഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ഈ എക്സസൈസ് കൊണ്ടൊന്നുമല്ല കേട്ടോ, ഞാൻ നല്ല ഡയറ്റും ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാം കൊണ്ടും ആയിരിക്കും. അപ്പോൾ എന്തായാലും ഡാൻസ് വിത്ത് ദീപ്തി എനിക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്. നല്ല നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഡാൻസ് ഉണ്ടാവുക. എക്സസൈസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം നമ്മൾ അങ്ങനെ ഇരിക്കും, ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കും. ഒരു റെസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ ഒരു സമയമുള്ള ദിവസങ്ങളിലേ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിലേക്ക് അങ്ങ് കിടക്കും. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുന്ന സമയത്തൊന്ന് 2-3 പേജൊക്കെ ഒന്ന് റീഡ് ചെയ്യും. സമയമില്ലെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റൊക്കെ റീഡ് ചെയ്യാനുണ്ടാവുള്ളൂ. ഈ ബുക്ക് മാർക്കൊക്കെ കുട്ടികൾ, അതായത് കുട്ടികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ജോയിൻറ്റ് ഫാമിലിയാണ്. പെങ്ങളുടെ മക്കളുണ്ട്, അഞ്ചൻ്റെ മക്കളുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ബുക്ക് ഷോപ്പിൽ പോകുന്ന സമയത്ത് സംഘടിപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ ഈ ബുക്ക് മാർക്കൊക്കെ. ഒരു ചായ കാപ്പി അങ്ങനെ എന്തെങ്കിലും കുടിക്കും കേട്ടോ. അപ്പോൾ മധുരം ഇടാത്ത ചായ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബേക്കറി ഐറ്റംസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തന്നെ വല്ലതും ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ സ്പ്രൗട്ടഡ് അവലോസാണ് ഉണ്ടാക്കുക, രാഗിയുടെ സ്പ്രൗട്ടഡ് അവലോസാണ്. അപ്പോൾ ചായയിൽ ഷുഗർ ഒഴിവാക്കാനുള്ള ആദ്യപടി എന്നുള്ള നിലയിൽ നമ്മൾ ജാഗറി പൗഡർ, ചുക്കും ഒരല്പം ചേർത്തിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കിയത്. ചുക്കൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. പിന്നെ നമ്മുടെ ജാഗറി പൗഡർ, അത് നമ്മൾ അട്ടപ്പാടിയിലൊരു ഫാമിൽ നിന്ന് വരുത്തുന്നതാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ ഫാമാണ്. അടിപൊളിയായിട്ട് അവർ കഴിയുന്നത്ര കെമിക്കൽസൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ ജാഗറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരല്പം ചായയിലൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കുന്നത്. എല്ലാവർക്കും ഒരു സംശയമാണ്, പാല് ചേർത്ത ചായയിൽ ജാഗറി യൂസ് ചെയ്യാമോ, ടേസ്റ്റി ആണോ എന്നൊക്കെ. വളരെ ടേസ്റ്റിയാണ്, ചെയ്ത് നോക്കാം. പിന്നെ കണ്ടമാനം ജാഗറി ആയാലും യൂസ് ചെയ്യരുത്, കുറച്ച് നമുക്ക് യൂസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നൊരു ബെല്ലപ്പത്തിരി അല്ലെങ്കിൽ മധുരപ്പത്തിരിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അത് ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, ഹെൽത്തിയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പപ്പായയുടെ സീഡൊക്കെ ഇങ്ങനെ എടുത്ത് ഇതാക്കുന്നുണ്ടായി. എല്ലാ പണികളും ഒന്നിച്ച് തന്നെയാണ് ചെയ്യുക. പിന്നെ ഒരു ഓട്സിൻ്റെ കഞ്ഞിയും കൂടാണ് രാവിലെ ഉണ്ടാക്കിയത്. ഇത് വളരെ ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് ജോലികളൊക്കെ അധികമുള്ള ദിവസമൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ഓരോരോ വെറൈറ്റികൾ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതൊക്കെ. അപ്പോൾ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഈസിയാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ക്രോക്കറിയൊക്കെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്പെഷ്യൽ ക്രോക്കറിയൊക്കെ ഉപയോഗിച്ച് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അരികളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഞങ്ങളുടെ പ്രോസസ്സിങ്ങിൻ്റെ വർക്കിലേക്കായിട്ട് പോയി. ഹെന്നയുടെ വർക്കും കസ്തൂരി മഞ്ഞളുടെ വർക്കും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നാണ് റെഡ് കശ്മീരി ചില്ലി, അതിൻ്റെ വർക്കായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ഞാൻ പോയി അരിയൊക്കെ അടുപ്പത്തിട്ട് വന്നു. പിന്നെ അതിനുശേഷം ഒന്ന് പറമ്പിലോട്ട് ഇറങ്ങി. പറമ്പിൽ നമുക്കിന്നൊരു ബട്ടർനട്ട് സ്ക്വാഷ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പേരുള്ളൊരു വെജിറ്റബിൾ ഞാൻ വളർത്തിയിരുന്നു. അങ്ങനെ അത് നല്ല പാകമായി വന്നിട്ടുണ്ടായിരുന്നു. അത് പറിച്ചെടുത്തു. അപ്പോൾ അത് വെച്ചൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് വീഡിയോ ഭയങ്കര ലോങ് ആയി പോവും. അതുകൊണ്ട് ഇന്നിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല, ഇനി ഒരു ദിവസം ചെയ്യാം. പിന്നെ പറമ്പിലൊക്കെ കറങ്ങി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാച്ചിലുകളൊക്കെ മുളച്ചതൊക്കെ ഒന്ന് നോക്കി. അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാ കാച്ചിലും മുളച്ചിട്ടുണ്ട്. പിന്നെ അടതാപ്പ് എല്ലാം നല്ല സൂപ്പറായിട്ട് മുളച്ച് പിന്നെ മരങ്ങളുടെയൊക്കെ മുകളിലോട്ട് അങ്ങ് കയറിപ്പോയിട്ടുണ്ട് ഉഷാറായിട്ട്. നല്ല മഴയൊക്കെ കിട്ടിയിരുന്നല്ലോ, അപ്പോൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. എനിക്ക് ചെയ്യാനുള്ള വെച്ച്
ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറമ്പിലൊക്കെ കറങ്ങി നടക്കലാണ്. അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇതാ ഞാൻ നട്ടൊരു ചേന ഒരു പോവാൻ ഇടമില്ലാതെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതായിട്ട് കണ്ടു. ഒരു ആത്തച്ചക്കയുടെ ഫോർക്ക് പോലത്തെ ഒരു ഇതിൻ്റെ ഇടുക്കിലായിരുന്നു അത് വളർന്നത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പിടിച്ച് വലിച്ച് മാറ്റി കൊടുത്തു. പിന്നെ നമ്മൾ വള്ളിച്ചീര കുറേ മുറിച്ച് മാറ്റി നടാമെന്ന് കരുതി അങ്ങനെ വള്ളിച്ചീരയൊക്കെ മുറിച്ചെടുത്തു. അതിനിടയ്ക്ക് ശ്രീമതി ചേച്ചിയുടെ വീട്ടിലൊന്ന് പോയി അവിടെ കുറേ വള്ളിച്ചീര കൊടുക്കുകയും പിന്നെ കുറേ വള്ളിച്ചീര നടുകയൊക്കെ ചെയ്തു. ശ്രീമതി ചേച്ചിയുടെ വീടും അടുക്കളയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെ പോയപ്പോൾ അവിടെ നിറയെ ഗസ്റ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു പോന്നു. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ കസ്തൂരി മഞ്ഞളിൻ്റെ വേസ്റ്റേജൊക്കെ ഇട്ട സ്ഥലത്തൊക്കെ നല്ലോണം ചെറിയ ചെറിയ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ മുളച്ച തൈകളൊക്കെ മാറ്റി നട്ട് കൊടുത്ത് നല്ല സൂപ്പർ തൈകളാക്കി എടുത്ത് അതിൽ നിന്ന് നല്ല വിളവും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ പറിച്ച് നട്ടു. ആക്ച്വലി നല്ല മഴ പെയ്യേണ്ട സമയമാണ് ഇതൊക്കെ, പക്ഷെ മഴയൊന്നുമില്ല. ചെറിയ തോതിലേ മഴയൊക്കെ ഇപ്പോൾ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഇതുപോലെ ചെടികളൊക്കെ നടാൻ പറ്റിയൊരു സമയമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ കസ്തൂരി മഞ്ഞളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നടാൻ പറ്റിയ ഒരു ഭാഗം ഞങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. അപ്പോൾ അവിടെ നട്ടു കൊടുക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ പൊന്നാങ്കണ്ണി ചീരയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ ഇവിടെ വളർന്നോളും സുഖമായിട്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ നല്ലോണം വളവും പിന്നെ കരിയിലപ്പൊടിയും ഒക്കെ ചേർത്തതാണ്. അതുകൊണ്ട് ഇനി ഇതിന് ഒരു വളവും ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെറും നിലത്ത് തന്നെ അങ്ങനെ നട്ടു കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഞാൻ തന്നിരിക്കുന്ന കസ്തൂരി മഞ്ഞളുടെ സീഡൊക്കെ നിങ്ങൾ നട്ടോ? എന്താണ് അതിൻ്റെയൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കേ വേണ്ട. ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന 10 പേർക്ക് നമ്മൾ അട്രാക്റ്റീവ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ മുറ്റത്തൊക്കെ നിറയെ നല്ല പൂക്കളും ചെടികളും ഒക്കെ വളർന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ലെമൺ വൈനൊക്കെ നിറയെ തണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒക്കെ പറയണേ. പിന്നെ നമുക്ക് പുതിയതായിട്ടൊരു ശംഖുപുഷ്പം വളർന്നിട്ടുണ്ട്. അത് വൈറ്റിനകത്ത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണത്. അത് ഞാൻ വരുത്തിച്ചതായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സൂപ്പറാണ്. വേറെയും 2 സൂപ്പർ വെറൈറ്റി കൂടെ ഉണ്ട്. അതിന് പൂ വന്നിട്ടില്ല. ഏറെ ഹൃദയഭേദകമായൊരു കാഴ്ച കാണാം. നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള മരങ്ങളുടെയൊക്കെ വലിയ കൊമ്പുകളും ഒക്കെ മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഭാഗത്ത് റോഡ് വരികയാണ്. അപ്പോൾ റോഡ് വരുമ്പോൾ ഒരുപാട് മരങ്ങളും നല്ല നല്ല ചെടികളും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ പൂക്കൾ നിറയെ വീണ് കിടക്കുകയാണ് കേട്ടോ ആ മരം മുറിച്ച സമയത്ത്. പിന്നെ ഇടയ്ക്ക് ഞാനൊരു പോത്തോസിൻ്റെ ഒരു നല്ല സ്റ്റൈലൻ വെറൈറ്റി പ്ലാന്റ് അവിടെ കണ്ടപ്പം അതൊന്ന് പൊട്ടിച്ച് നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ട് അവിടെ കാലി കിടക്കുന്നുണ്ടായിരുന്നു, അതിലോട്ട് നട്ട് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഞാനിന്ന് മെയിനായിട്ടും വിചാരിച്ചൊരു പണിയുണ്ടായിരുന്നു. നമ്മുടെ ഓട്ടിൻ്റെ ഉരുളി പഴയത് എടുക്കാതെ കുറേ ആയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി അതൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് കരുതി. ഇതിനിടയിലൂടെ ഞാൻ ചോറും 1-2 കൂട്ടാനൊക്കെ ചെറുതായിട്ട് ഒപ്പിച്ച് വെച്ചു. ഇന്ന് വളരെയധികം ഐറ്റംസ് ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പോത്തോസ് ഒരു അടിപൊളി ആയിട്ട് നമ്മുടെ ഇൻഡോറിൽ സെറ്റായിട്ടുണ്ട്. ചോറും കൂട്ടാനൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു കറക്കമിറങ്ങി. അപ്പം ഞങ്ങളുടെ ചക്കരച്ചേമ്പിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നിങ്ങനെ നോക്കി അങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വെള്ളം കണ്ടിരുന്നു. ഒരു പഴയ പാത്രത്തിൽ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ കുളിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിമറിച്ച് ഒഴിവാക്കി വൃത്തിയാക്കി. കരിമഞ്ഞളിൻ്റെയും കസ്തൂരി മഞ്ഞളിൻ്റെയും ഒക്കെ കുട്ടികളിങ്ങനെ പറമ്പ് നിറയെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പരിസ്ഥിതി ദിനം അനുബന്ധിച്ച് ഞാൻ നട്ട ചെടിയാണിത്. ഇത് നമ്മുടെ ആ റോഡ് വരുന്ന ഏരിയയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിടിച്ചു പറിച്ച് നല്ല മഴയുള്ള ദിവസം ഇങ്ങോട്ട് നട്ടു കൊടുത്തു. അപ്പോൾ കോയിൻസിഡൻസ് എന്നോണം ഈ സമയത്ത് എൻ്റെ ഫ്രണ്ട് ജഷിത വിളിക്കുകയും നീലമരയുടെ പൗഡർ വാങ്ങാൻ വേണ്ടി എനിക്ക് ബാലുശ്ശേരി വരെ പോകേണ്ടിയും വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ചു. ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. വിശന്നുകൊണ്ടായിരിക്കും. പിന്നെ ഉമ്മച്ചി ഉണ്ടാക്കിയൊരു വെറൈറ്റി ചാമ്പയച്ചാർ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ 1-2 പാർസൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കൊടുക്കാമെന്ന് കരുതി. കാരണം ബാലുശ്ശേരിയിൽ പോയി വരുന്ന സമയത്താണ് നമ്മുടെ നിയറസ്റ്റ് തന്നെയുള്ള DTDCയുടെ ഓഫീസ്. DTDC വഴിയാണ് ഞാൻ സാധനങ്ങളൊക്കെ അയക്കാറുള്ളത്. അപ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ അവിടെ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ വേഗം പാക്കിംഗ് ഒക്കെ കഴിച്ചു. DTDC കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ലൊരു കൊറിയർ സർവീസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ പോയി വന്നു കേട്ടോ. ബാലുശ്ശേരി പോയിട്ട് നമ്മുടെ നീലമരയുടെ പൗഡർ മേടിച്ച് വന്നു. തിരിച്ചു വരുന്ന വഴി കൊറിയറും കൊടുത്തു. അപ്പോൾ വന്ന ഉടനെ നമ്മുടെ മുളക് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷെ മുളക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുളക് അടച്ചു വെച്ചു. കാരണം ഇപ്പോൾ മഴ ഒക്കെ അല്ലേ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് തന്നെ പൊടിക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ ചീത്തയായി പോയാലോ.
പിന്നീട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ പാർസലൊന്ന് അഴിച്ചു നോക്കി. പാർസലെന്ന് വെച്ചാൽ എനിക്ക് കൂട്ടുകാരി ബസ്സിൽ കൊടുത്തു വിട്ടാണ്. അവിടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷേ എനിക്ക് പോകാൻ സമയമില്ലാത്തത് കാരണം ബസ്സിൽ കൊടുത്തു വിട്ടാണ്. എപ്പോഴും കൊടുത്തു വിടുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ ഫോൺ നമ്പറൊക്കെ നീറ്റായിട്ട് നമ്മുടെ പാർസലിൻ്റെ മുകളിൽ എഴുതണം, ഇല്ലെങ്കിൽ സാധനം മിസ്സാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നീലാമരി ചൂർണം എന്നറിയപ്പെടുന്ന പൗഡറാണ്. അവൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. ധാരാളം നീലാമരിയുടെ മരങ്ങളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് സീഡും തരുന്നത് അവൾ തന്നെയാണ്. ഇൻഡിഗോ പൗഡർ, നീലാമരി ചൂർണം എന്നൊക്കെ അറിയപ്പെടുന്ന പൗഡർ തന്നെയാണിത്. ഒറിജിനൽ സാധനം ആയതുകൊണ്ട് നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. പിന്നെ ഇന്ന് എനിക്ക് വേറെ കുറച്ച് പച്ചക്കറി, നല്ല ഹൈബ്രിഡ് പച്ചക്കറികളുടെ നല്ല അടിപൊളി സീഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ഹസ്ബൻഡിന് കൃഷി ഓഫീസർ സമ്മാനിച്ചതാണ്. ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പണൊക്കെ ചെയ്ത് നോക്കണം. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയ കാപ്പിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ കാപ്പി കുടിച്ചു. കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് എല്ലാം പാക്ക് ചെയ്ത് മോളുടെ കയ്യിൽ മില്ലിലേക്ക് കൊടുത്ത് വെച്ചു. അവളിപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ട് എനിക്ക് നല്ല സൗകര്യമാണ്. കുറച്ച് നേരം യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനിയും നമുക്കൊരു കുറച്ച് വർക്കുകളും കൂടെ പ്രോസസ്സിങ്ങിൻ്റെതായിട്ട് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. പാചകം വേണ്ടി സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.